ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളിലെ പാർട്ട് 1 ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ എയർപോർട്ട്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോർ എയർപോർട്ടാണ്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാ ചോദിച്ചാൽ ഇൻഡോർ എയർപോർട്ടാണ്. ഇൻഡോർ എയർപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട്. ചന്ദോബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. ചന്ദോബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ചന്ദോബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ആസാം. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഫൈനലിനെ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി ഭുവനേശ്വർ, ഒഡീഷയിലെ ഭുവനേശ്വറാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി ഭുവനേശ്വർ, ഒഡീഷ. ഭുവനേശ്വർ, ഒഡീഷയിലാണ് 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. ആദ്യമായി വാട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗമാണ് ജരാവ. ജരാവയാണ് ആദ്യമായി വാട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗമാണ് ജരാവ. ആദ്യമായി വാട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗം ഏതാണ്? ജരാവ. ജരാവയാണ്. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലാണ് കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരി. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സ് ചാറ്റ്ബോട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ്ബോട്ട് വികസിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ്ബോട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ്ബോട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സ് ചാറ്റ്ബോട്ട് വികസിപ്പിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. റാംസാർ കൺവെൻഷൻ കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരങ്ങളാണ് ഇൻഡോർ, ഉദയ്പൂറാണ് റാംസാർ കൺവെൻഷൻ കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറാണ് റാംസാർ കൺവെൻഷൻ്റെ കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ഇൻഡോറും ഉദയ്പൂരുമാണ്. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാടാണ്. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാടാണ്. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാടാണ്. 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80ാം സ്ഥാനമാണ്. 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച
ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനത്രയാണ് 80-ാം സ്ഥാനമാണ്. 80-ാം സ്ഥാനമാണ് 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80-ാം സ്ഥാനമാണ്. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയിലാണ്. 2027 39ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയ. അപ്പോൾ റാംസാർ കൺവെൻഷൻ കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തടങ്ങളുടെ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂരും. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തെരാഡിനെയാണ്. 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80-ാം സ്ഥാനമാണ്. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയിലാണ്. മേഘാലയ. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസായ അനന്ത നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസായ അനന്ത നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലാണ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസ്. എവിടെയാണ്? അനന്ത നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. മെലൂരി എന്ന പുതിയ ജില്ല വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. മെലൂരി എന്ന പുതിയ ജില്ല വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. മെലൂരി എന്ന പുതിയ ജില്ല വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ബയോപോളിമർ പ്ലാന്റ് നിലയിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ബയോപോളിമർ പ്ലാന്റ് നിലയിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ബയോപോളിമർ പ്ലാന്റ് നിലയിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലാണ് ഗാണ്ടീവ. ഗാണ്ടീവയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലാണ് ഗാണ്ടീവ. ഗാണ്ടീവയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലാണ് ഗാണ്ടീവ. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. അഞ്ജു രതി റാണ രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. അപ്പോൾ ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഓഫീസായ അനന്ത നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. മെലൂരി എന്ന പുതിയ ജില്ല വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ബയോപോളിമർ പ്ലാന്റ് നിലയിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈലാണ് ഗാണ്ടീവ. രാജ്യത്തെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. അഞ്ജു രതി റാണ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.